KSRTCയിലെ 1565 എംപാനൽ ഡ്രൈവർമാരെ പിരിച്ചുവിടണമെന്ന് ഹൈക്കോടതി. നിലവിലെ PSC റാങ്ക് പട്ടിക പ്രകാരം നിയമനം നടത്തണമെന്ന് കോടതി നിർദ്ദേശിച്ചു. CN പ്രകാശ് ചേരുന്ന വിവരങ്ങളുമായി. പ്രകാശ്, എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? രേണുക, കഴിഞ്ഞ ഡിസംബർ 17-ന് 3861 താൽക്കാലിക കണ്ടക്ടർമാരെ KSRTCയിൽ നിന്നും ഹൈക്കോടതി ഉത്തരവിനെ തുടർന്ന് പിരിച്ചുവിട്ടിരുന്നു. ഇതിനെ തുടർന്നാണ് ഇപ്പോൾ KSRTCയിലെ 1565 എംപാനൽ ഡ്രൈവർമാരെ പിരിച്ചുവിടണമെന്ന് ഹൈക്കോടതി ഉത്തരവിട്ടിരിക്കുന്നത്. സർവീസ് നിയമങ്ങളുടെ ലംഘനമാണ് ഇത്തരം എംപാനൽ നിയമനങ്ങൾ എന്നാണ് ജസ്റ്റിസുമാരായ V. ചിദംബരേഷ്, AM ബാബു എന്നിവർ അടങ്ങിയ ഡിവിഷൻ ബെഞ്ച് വ്യക്തമാക്കിയത്. ഏപ്രിൽ 30-നകമാണ് പിരിച്ചുവിടേണ്ടത്. 2012 ആഗസ്റ്റ് 23-ന് നിലവിൽ വന്ന PSC റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട ചേർത്തല സ്വദേശി R. വേണുഗോപാൽ ഉൾപ്പെടെ 4 പേരാണ് അപ്പീൽ ഹർജിയുമായി കോടതിയെ സമീപിച്ചിരുന്നത്. ഒഴിവുണ്ടായിരുന്ന 2455 വേക്കൻസികളിൽ PSC ആവശ്യമെങ്കിൽ അഡ്വൈസ് ചെയ്യാമെന്നും നേരത്തെ എംപാനൽ കണ്ടക്ടർമാരെയും പിരിച്ചുവിട്ടിരുന്നു. അതിനെ തുടർന്നാണ് ഇപ്പോൾ ഡ്രൈവർമാരെ പിരിച്ചുവിട്ടുള്ള നടപടി ഹൈക്കോടതിയുടെ ഭാഗത്ത് ഉണ്ടായിട്ടുള്ളത്. നേരത്തെ എംപാനൽ കണ്ടക്ടർമാരെ പിരിച്ചുവിട്ടൽ അവർ നിരവധിയായ സമരപരിപാടികൾ നടത്തി പ്രതിഷേധ രംഗത്താണ്. അതുകൂടാതെ ഇത്രയധികം ഡ്രൈവർമാർക്ക് കൂടി ജോലി നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യമാണോ ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്? തീർച്ചയായും കഴിഞ്ഞ തവണ ഡിസംബർ 17-നാണ് ഹൈക്കോടതി ഉത്തരവ് പ്രകാരം 3861 താൽക്കാലിക കണ്ടക്ടർമാരെ പിരിച്ചുവിട്ടത്. ഇത് KSRTCയുടെ ദൈനംദിന നടത്തിപ്പിനെ അടക്കം സാരമായി ബാധിച്ചിരുന്നു. അതുമാത്രമല്ല, KSRTCയിൽ നിന്നും പിരിച്ചുവിട്ട താൽക്കാലിക കണ്ടക്ടർമാർ സമരരംഗത്തുമാണ്. അവർ വീണ്ടും സർക്കാരിനും ഒപ്പം തന്നെ നിയമനം ആവശ്യപ്പെട്ടും സമരരംഗത്തേക്ക് ഇറങ്ങുമെന്ന് പ്രഖ്യാപിച്ചിട്ടുമുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകളും സർക്കാർ നൽകിയ ഉറപ്പുകളും പാലിച്ചില്ല എന്ന ആക്ഷേപമാണ് റിസർവ് കണ്ടക്ടർമാർ അവർ നേരത്തെ തന്നെ എംപാനൽ കണ്ടക്ടർമാർ നേരത്തെ തന്നെ മുന്നോട്ട് വെച്ചിട്ടുള്ളത്. ഈ സാഹചര്യത്തിൽ കൂടിയാണ് കൂടുതൽ KSRTCക്ക് പ്രതിസന്ധി സൃഷ്ടിക്കുന്ന ഒരു നടപടിയാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്. കൂടുതൽ എംപാനൽ ഡ്രൈവർമാരെ കൂടി പിരിച്ചുവിടാൻ 1565 എംപാനൽ ഡ്രൈവർമാരെ കൂടി പിരിച്ചുവിടേണ്ട സാഹചര്യം ഹൈക്കോടതിയുടെ ഉത്തരവിനെ തുടർന്ന് KSRTCക്ക് ഉണ്ടാകുന്നു. ഇത് വലിയ തോതിലുള്ള പ്രതിസന്ധി KSRTCക്ക് അതിന്റെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് സൃഷ്ടിക്കപ്പെടും. തുടരുക പ്രകാശ്. ഇപ്പോൾ ഉമേഷ് ബാലകൃഷ്ണൻ തിരുവനന്തപുരത്ത് നിന്ന് നമുക്കൊപ്പം ചേരുന്നുണ്ട്. ഉമേഷ്, എംപാനൽ കണ്ടക്ടർമാരുടെ സമരം പാതി വഴിയിലാണ്. അവർ പ്രതിഷേധ രംഗത്ത് തന്നെയാണ്. അതുകൂടാതെ ഇപ്പോൾ എംപാനൽ പുറത്തുവിടണം എന്നാണ് ഹൈക്കോടതി ഉത്തരവിട്ടിരിക്കുന്നത്. KSRTCയെ വലിയ പ്രതിസന്ധിയിലേക്ക് തന്നെ ഈ ഉത്തരവും തള്ളിവിടുമോ? തീർച്ചയായും കടുത്ത പ്രതിസന്ധിയിലേക്കായിരിക്കും വരും ദിവസങ്ങളിൽ KSRTC നീങ്ങുക. മുൻപ് കണ്ടക്ടർമാരെ പിരിച്ചുവിട്ട സമയത്ത് അതിനെതിരെ സത്യവാങ്മൂലം അടക്കം അപ്പീലടക്കം നൽകാൻ KSRTC മാനേജ്മെന്റ് തയ്യാറായിരുന്നു. എന്നാൽ ഇത്തവണ അത്തരമൊരു നീക്കത്തിലേക്ക് പോകേണ്ടതില്ല എന്നുള്ള ഒരു ധാരണയിലാണ് KSRTC മാനേജ്മെന്റും ഉള്ളത്. കാരണം അത്തരത്തിൽ അപ്പീലടക്കം പോയിട്ടും വലിയ കാര്യമുണ്ടാകാൻ സാധ്യതയില്ല എന്നുള്ള ഒരു ധാരണയാണ് ഇവർക്കുള്ളത്. KSRTC എംപാനൽ കണ്ടക്ടർമാരുടെ വിഷയത്തിൽ അപ്പീൽ പോയിട്ടും രൂക്ഷ വിമർശനം KSRTCയും സർക്കാരും നേരിടേണ്ടി വന്നിരുന്നു. ഈ സാഹചര്യത്തിൽ തെരഞ്ഞെടുപ്പ് അടുത്തു നിൽക്കുന്ന സാഹചര്യത്തിൽ കൂടിയാണ്. അതുകൊണ്ട് തന്നെ വലിയൊരു പ്രതിസന്ധിയിലേക്ക് KSRTC പോകും. നിലവിൽ 1565 എംപാനൽ കണ്ടക്ടർമാരെ പിരിച്ചുവിടുമ്പോൾ പകരം മുൻപ് കണ്ടക്ടർമാരെ തിരിച്ചെടുക്കുന്ന സമയത്ത് വളരെ പെട്ടെന്ന് അവരുടെ ട്രെയിനിങ് പൂർത്തിയാക്കി അവരെ ഡ്യൂട്ടിയിൽ പ്രവേശിപ്പിക്കാൻ കഴിഞ്ഞിരുന്നു. പക്ഷേ ഡ്രൈവർമാരുടെ കാര്യത്തിൽ ആ ഒരു വളരെ പെട്ടെന്ന് അത് ചെയ്ത് പുതിയ PSC ലിസ്റ്റിൽ നിന്നുള്ള 2000-ലധികം വരുന്ന ഡ്രൈവർമാരെ വളരെ പെട്ടെന്ന് പരിശീലനം നൽകി നിയമിക്കുക എന്നുള്ളതും KSRTCയുടെ മുന്നിൽ വലിയ വെല്ലുവിളിയാകും. കണ്ടക്ടർമാരുടെ കാര്യത്തിൽ ഒരാഴ്ച കൊണ്ട് തന്നെ സർവീസുകൾ ക്യാൻസൽ ആകുന്നത് ഒരു പരിധിവരെ ഒഴിവാക്കാൻ കഴിഞ്ഞിരുന്നു. ഒരാഴ്ച കൊണ്ട് തന്നെ PSC അഡ്വൈസ് ചെയ്ത കണ്ടക്ടർമാരെ നിയമിച്ച് KSRTC ഒരു പരിധിവരെ പ്രശ്നങ്ങൾ പരിഹരിച്ചിരുന്നു. എന്നാൽ അതിന് തങ്ങൾക്കും ജോലി വേണമെന്ന് ആവശ്യപ്പെട്ട് പിരിച്ചുവിട്ട എംപാനൽ ജീവനക്കാർ ഒരു 1.5 മാസത്തിലധികം സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം നടത്തുകയും വലിയ ആത്മഹത്യാ ഭീഷണി അടക്കമുള്ള സമര മേഖലയിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയും ചെയ്തിരുന്നു. 2 തവണ സെക്രട്ടേറിയറ്റിന് മുന്നിലെ മരത്തിന് മുകളിൽ കയറി ആത്മഹത്യക്ക് വനിതാ കണ്ടക്ടർമാരടക്കം ആത്മഹത്യക്ക് ശ്രമിച്ച ഒരു സാഹചര്യവും ഉണ്ടായി. തുടർന്നാണ് ഒരു എംപാനൽ ലിസ്റ്റ് തയ്യാറാക്കി ഡ്യൂട്ടി നൽകാമെന്ന ഒരു തീരുമാനത്തിൽ ആ സമരം ഒത്തുതീർപ്പായി പിരിഞ്ഞത്. എന്നിട്ടും അവരും ഇപ്പോൾ സമരരംഗത്താണ്. ഒത്തുതീർപ്പ് വ്യവസ്ഥകൾ പാലിക്കപ്പെടുന്നില്ല എന്നുള്ള കാരണം കാണിച്ചാണ് സമരരംഗത്ത് നിൽക്കുന്നത്. ഇതിന് പുറമെ
ഇത്തരത്തിൽ 2455 വേക്കൻസികൾ കൂടി ഡ്രൈവർമാരുടെ വേക്കൻസികൾ കൂടി ഫില്ല് ചെയ്യേണ്ടി വരികയും ചെയ്താൽ KSRTC അടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലേക്കും പോകും. കഴിഞ്ഞ മാസം പോലും ശമ്പളം നൽകാൻ KSRTC ഒരുപാട് ബുദ്ധിമുട്ട്. കഴിഞ്ഞ 6-ാം തീയതി മാത്രമാണ് എല്ലാ ജീവനക്കാർക്കും ശമ്പളം നൽകാൻ കഴിഞ്ഞത്. അതും സർക്കാരിന്റെ 20 കോടി സഹായം കൂടി വാങ്ങിച്ചാണ് ഈ ശമ്പളം പോലും നൽകിയത്. ഈ സാഹചര്യത്തിൽ കൂടുതൽ ജീവനക്കാരെ എംപാനൽ ജീവനക്കാരുടെ ശമ്പളം വളരെ കുറവാണ്. അത് 900 രൂപയാണ് അവരുടെ ഒരു 2 ഡ്യൂട്ടി ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ശമ്പളം. ഇത് മാറി അവിടെ ഒരു സ്ഥിര ജീവനക്കാരൻ വരുമ്പോൾ അദ്ദേഹത്തിന് നൽകേണ്ട ശമ്പള സ്കെയിലടക്കം വലിയ മാറ്റമുണ്ടാകും. ഇതും KSRTCയെ ബാധിക്കും. ഇതോടൊപ്പമാണ് ജോലി നഷ്ടപ്പെടുന്ന ജോലി നഷ്ടപ്പെടുന്നവരുടെ ബുദ്ധിമുട്ടുകൾ ഒരു വശത്തുണ്ട്. KSRTCയെ ഈ 30-നകം ഈ ഉത്തരവ് പാലിക്കപ്പെടണമെന്ന് പറയുമ്പോൾ KSRTCയുടെ നടത്തിപ്പിനെ ഇത് ഏത് നിലയിലാണ് ബാധിക്കാൻ പോകുന്നത്? 1565 ഡ്രൈവർമാർ ഒറ്റയടിക്ക് ഇല്ലാതാകുന്ന ഒരു സാഹചര്യം വരുമ്പോൾ അതിനെ മാനേജ് ചെയ്യാൻ KSRTCക്ക് എത്രമാത്രം ബുദ്ധിമുട്ടേണ്ടി വരും? കടുത്ത പ്രതിസന്ധിയായിരിക്കും KSRTC നേരിടാൻ പോകുന്നത്. കാരണം നിലവിൽ ഒരു ദിവസം 5000 ഷെഡ്യൂളുകൾ വരെ KSRTC സർവീസ് നടത്തുന്ന സാഹചര്യമുണ്ട്. ഇത് ഒറ്റയടിക്ക് 1500-ലധികം വരുന്ന എംപാനൽ ഡ്രൈവർമാരെ പിരിച്ചുവിടുന്നതോടുകൂടി ഇതിന്റെ ഈ ഒരു 5000 എന്നുള്ളതിൽ അതൊരു ഒരുപക്ഷെ 4000-ആയോ 3000-ആയോ കുറയാൻ സാധ്യതയുണ്ട്. സ്വാഭാവികമായി യാത്രക്കാരെ വലിയ രീതിയിൽ അത് ബാധിക്കും. ഒരു പ്രശ്നമായി ഇപ്പോൾ പ്രദീപ് നമ്മോടൊപ്പം ചേരുന്നു. ശ്രീ പ്രദീപ് KSRTC INTUC യൂണിയൻ പ്രതിനിധിയാണ്. അദ്ദേഹം നമുക്കൊപ്പം ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ പ്രദീപ്, കോടതിയിൽ നിന്നും വീണ്ടും തിരിച്ചടിയാണ് ഉണ്ടായിരിക്കുന്നത്. എംപാനൽ ഡ്രൈവർമാരുടെ കാര്യത്തിലും കോടതി 1565 ഡ്രൈവർമാരെ പിരിച്ചുവിടണം എന്ന് നിർദ്ദേശം നൽകിയിരിക്കുന്നു. ഈ മാസം 30-നകം ഈ ഉത്തരവ് നടപ്പാക്കണമെന്നാണ് കോടതി ആവശ്യപ്പെട്ടിരിക്കുന്നത്. എന്താണ് സാഹചര്യം? ഞാൻ പ്രദീപ്, ട്രാൻസ്പോർട്ട് എംപ്ലോയീസ് യൂണിയൻ AITUCയുടെ സംസ്ഥാന സെക്രട്ടറിയാണ്, INTUCയുടെ അല്ല. ഓരോ കോടതി വിധികളും എപ്പോഴും ജനങ്ങൾക്ക് ഗുണകരമായ വിധികളാണ് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്. KSRTC ഒരു വലിയ പ്രതിസന്ധിയിലാണ്. ആ പ്രതിസന്ധി ഇങ്ങനെ നിലനിൽക്കുമ്പോൾ തന്നെ എംപാനൽ ജീവനക്കാരായ കണ്ടക്ടർമാരെ പിടിച്ചിടുക, ഡ്രൈവർമാരെ പിടിച്ചിടുക എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ KSRTC ഒരു വലിയ ഷോക്ക് തന്നെയാണ്. KSRTCയിലെ എംപാനൽ ജീവനക്കാർക്ക് എല്ലാ മാസവും ജോലി ഇല്ലെങ്കിൽ ശമ്പളമില്ല, അല്ലാത്തൊരു സാഹചര്യമാണ്. ഇവിടെ വന്ന് ഡ്യൂട്ടി ചെയ്താൽ മാത്രമേ സ്ഥിരം ജീവനക്കാർ വരാതിരിക്കുമ്പോൾ മാത്രം കിട്ടുന്നതാണ് ഈ കണ്ടക്ടർ ആയാലും ഡ്രൈവർ ആയാലും താൽക്കാലിക അവസ്ഥ. ഇവരെ സംബന്ധിച്ചോളം ഇത് പിരിച്ചിടുക എന്ന് പറഞ്ഞാൽ നമുക്ക് KSRTC നിലവിൽ ഡ്രൈവർമാരുടെ ഷോർട്ടേജ് ഉണ്ട്. ആ ഷോർട്ടേജ് നിലനിൽക്കെ തന്നെ ഇവരെ കൂടെ പിരിച്ചുവിട്ടാൽ KSRTC സർവീസ് ആകെ താറുമാറാവും. ഇപ്പോൾ നമ്മുടെ ഒരു പുനരുദ്ധാരണ പാക്കേജും പദ്ധതിയായിട്ട് നിന്ന് ഒരുവിധം രക്ഷപ്പെടുന്ന ഒരു സമയത്ത് ഇങ്ങനെ ജീവനക്കാരെ പിരിച്ചുവിടുക എന്നത് ദൗർഭാഗ്യകരമാണ്. സർക്കാർ ഇതിൽ അടിയന്തരമായി ഈ എംപാനൽ കണ്ടക്ടേഴ്സിനെ തിരിച്ചെടുത്തതുപോലെ തന്നെ എന്തെങ്കിലും നടപടി എടുത്ത് ഇവരെ തിരിച്ചെടുത്തില്ലെങ്കിൽ KSRTCക്ക് അത് വലിയ ഷോക്കാവും എന്നതിനെ സംബന്ധിച്ച് തർക്കമില്ല. എംപാനൽ കണ്ടക്ടർമാർക്കും കൊടുത്ത ആ ഒത്തുതീർപ്പ് വ്യവസ്ഥകളൊന്നും പാലിക്കാൻ പറ്റാത്ത സാഹചര്യത്തിലല്ലേ ഇപ്പോൾ കാര്യങ്ങളുള്ളത്? അവർ വീണ്ടും സമരരംഗത്തേക്ക് എത്തുന്ന സാഹചര്യവും ഒക്കെ നിലനിൽക്കുമ്പോഴാണ് ഈ 1500-ൽ പരം ഡ്രൈവർമാർ കൂടി, എംപാനൽ ഡ്രൈവർമാർ കൂടി പുറത്തു പോകേണ്ടുന്ന സാഹചര്യം വരുന്നത്. KSRTCയുടെ നടത്തിപ്പിനെ തന്നെ ഇത് ഏത് നിലയ്ക്കൊക്കെ ബാധിക്കുമെന്നാണ് കരുതുന്നത്? അതാണ് ഞാൻ പറഞ്ഞത്. എംപാനൽ ജീവനക്കാരെ വിഷയവും ഹൈക്കോടതിയുടെ ഒരു ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് നമ്മൾ തിരിച്ചെടുക്കാൻ കഴിഞ്ഞത്. മുമ്പ് താൽക്കാലിക ജീവനക്കാർ എന്ന് പറയുന്നത് പെർമനന്റ് ജീവനക്കാരും വരുമ്പോൾ കൊടുക്കുന്ന അല്ലാതെ തന്നെ അത്യാവശ്യം വന്ന ജീവനക്കാർക്ക് അത്യാവശ്യം ലീവ് കൊടുത്ത് അവർക്ക് ഡ്യൂട്ടി കൊടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇപ്പൊ കോടതി വിധിയോടും അത് നടപ്പിലാക്കാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് എന്താ വെച്ചാൽ എംപാനൽ ജീവനക്കാരായ കണ്ടക്ടർമാർക്ക് ഇപ്പോ അത്ര വാരി നേരത്തെ കൊടുത്തതുപോലെ ഡ്യൂട്ടി കൊടുക്കാൻ കഴിയാത്ത ഒരു സാഹചര്യമുണ്ട്. ഡ്രൈവർമാരെ സംബന്ധിച്ചോളം നമുക്ക് വേറൊരു ഓപ്ഷനില്ല. ഡ്രൈവർമാരെ ഹെവി ലൈസൻസ് എടുത്ത് അവർക്ക് 4 വർഷം ട്രെയിനിങ് കഴിഞ്ഞ് അതൊക്കെ വളരെ പ്രയാസപ്പെട്ടാണ് നമ്മൾ ഓരോരുത്തർ എംപ്ലോയ്മെന്റ് വഴിയൊക്കെ ഇവരെ എടുക്കുന്നത്. അങ്ങനെ പെട്ടെന്ന് നമുക്ക് കണ്ടക്ടർമാരെ എടുക്കുന്നത് പോലെ ഡ്രൈവർമാരെ എടുക്കാൻ കഴിയില്ല. ഇത് വളരെ ഇതാണ്. ഇപ്പോൾ KSRTC പുതിയ DC സമ്പ്രദായത്തിലേക്ക് പോവുകയാണ്. അപ്പോ ആ സാഹചര്യത്തിൽ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഇത്രയും 1500 പിരിച്ചുവിട്ടാൽ അതിനൊരു ബദൽ സംവിധാനം KSRTC ഒരുക്കുക വളരെ പ്രയാസകരമാണ്. അങ്ങനെ വരുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ KSRTC ഒരു വലിയ ഷോക്കാണ് ഇത് വരുന്നത്. ഇപ്പോ എങ്ങനെയാണ് ഇത് കൈകാര്യം ചെയ്യുക എന്നുള്ളതിനെ സംബന്ധിച്ച് ഗവൺമെന്റ് അടിയന്തരമായിട്ട് ആലോചിക്കണം. ഗവൺമെന്റ് മാനേജ്മെന്റ് ഈ വിഷയത്തിൽ എംപാനൽ കണ്ടക്ടർമാരുടെ കാര്യത്തിൽ ഉണ്ടായതുപോലെ തന്നെ സമരപരിപാടികളും മറ്റുമായി മുന്നോട്ട് പോകാനായിരിക്കുമോ തീരുമാനം? അല്ല, അത് അവരെ സംബന്ധിച്ചോളം അത് ഗവൺമെന്റിന്റെ പോളിസി, ഗവൺമെന്റിന്റെ നിലപാട് പറഞ്ഞതിന് ശേഷം മാത്രമേ എംപ്ലോയീസിന് അതേക്കുറിച്ച് ആലോചിക്കാൻ കഴിയുള്ളൂ. ഇപ്പോ അങ്ങനെ ഒരു സാഹചര്യം ഇല്ലല്ലോ. ഇപ്പൊ കോടതി ഉത്തരവ് ഒന്ന് വന്നിരിക്കുന്നു. സർക്കാർ മാനേജ്മെന്റ് എന്താണ് തീരുമാനം എടുക്കുന്നത് എന്ന് നോക്കിയിട്ട് വേണം ബാക്കിയുള്ള കാര്യങ്ങൾ ആലോചിക്കും. ശരി, വളരെ നന്ദി പ്രദീപ്. ശ്രീ പ്രദീപ് ഞങ്ങളോട് സംസാരിച്ചതിന്. AITUC പ്രതിനിധിയാണ് അദ്ദേഹം. CN പ്രകാശ് തുടരുന്നുണ്ട്. പ്രകാശ്, ഇവിടെ
ഡ്രൈവർമാർ നേരത്തെ കണ്ടക്ടർമാരെ പിരിച്ചുവിട്ടപ്പോഴും വലിയ പ്രതിസന്ധി KSRTC സംബന്ധിച്ചുണ്ടായിരുന്നു. ജീവനക്കാർക്ക് തൊഴിൽ നഷ്ടപ്പെടുന്ന സാഹചര്യം അതിലും ഭീകരമായ സാഹചര്യമായിരുന്നു അവരെ സംബന്ധിച്ചുണ്ടായിരുന്നത്. പക്ഷേ ഡ്രൈവർമാരെ പിരിച്ചുവിട്ടാൽ ആ ഒഴിവുകൾ നികത്തുക എന്നത്, ആ പ്രതിസന്ധി, അവർ ഇത്രയും പേർ ഒരുമിച്ച് പോകുന്നതിലെ പ്രതിസന്ധി നികത്തുക എന്നത് KSRTC സംബന്ധിച്ച് വലിയ പ്രതിസന്ധിയാകും എന്നാണ് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. ഈ 30 എന്ന ഒരു സമയം കോടതി നിശ്ചയിച്ചിരിക്കുന്നു. ഇങ്ങനെയുള്ള ഇത് ഉണ്ടാക്കാൻ ഇടയുള്ള പ്രതിസന്ധികളും ബുദ്ധിമുട്ടുകളും ഒക്കെ കണക്കിലെടുത്തുകൊണ്ട് തന്നെയാണോ കോടതി അങ്ങനെ ഒരു ഉത്തരവിലേക്ക് എത്തിയത്? നേരത്തെ എംപാനൽ കണ്ടക്ടർമാരെ പിരിച്ചുവിട്ടപ്പോഴും അതുമായി ബന്ധപ്പെട്ട് സമയബന്ധിതമായി തന്നെ അതുണ്ടാക്കുന്ന പ്രതിസന്ധി അടക്കമുള്ള കാര്യങ്ങൾ KSRTCയുടെ അഭിഭാഷകർ വിശിഷ്ട് കോടതിയിൽ വ്യക്തമാക്കിയിരുന്നു. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ കാലയളവ് നൽകാൻ സാധ്യമല്ല എന്ന നിലപാടാണ് ഹൈക്കോടതി സ്വീകരിച്ചത്. അതുകൊണ്ട് തന്നെ ഏപ്രിൽ 30 എന്ന് പറയുന്ന തീയതിയിലേക്ക് ഇത്തരം കാര്യങ്ങൾ നടപ്പാക്കി പുതിയ നിയമനം നടപ്പാക്കേണ്ടി വരും. ഡ്രൈവർമാരുടെ നിയമനം തടയണമെന്ന ആവശ്യം നിരസിച്ച സിംഗിൾ ബെഞ്ച് ഉത്തരവിനെതിരെയായിരുന്നു ഹൈക്കോടതിയിൽ ഇന്ന് അപ്പീല് നേരത്തെ വന്നത്. KSRTCയിലെ 1565 എംപാനൽ ഡ്രൈവർമാരെ പിരിച്ചുവിടണമെന്നാണ് ഹൈക്കോടതി ഉത്തരവിട്ടത്. സർവീസ് നിയമനങ്ങളുടെ ലംഘനമാണ് ഇത്തരം നിയമനങ്ങൾ എന്നാണ് കോടതിയുടെ ഡിവിഷൻ ബെഞ്ചിന്റെ കണ്ടെത്തൽ. അതുകൊണ്ടാണ് ഏപ്രിൽ 30 CN പ്രകാശാണ് വിവരങ്ങൾ നൽകിയത്. ഉമേഷ് ബാലകൃഷ്ണനും